ശരിക്കും ഒരു 90s ലവ് സ്റ്റോറിയുടെ ചുരുളുകൾ അഴിയുകയാണ് സുഹൃത്തുക്കളെ. അതായത് നമ്മൾ പഴയ കാലത്തെ ഒരു പ്രണയമൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, നായിക ഇങ്ങനെ ഭയങ്കര കാര്യമായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പും ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ നായകനോട് കാണിക്കുന്നു. പക്ഷേ നായിക കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. നായകൻ അതിലങ്ങോട്ട് വീഴുന്നു, നായകൻ പ്രപ്പോസ് ചെയ്യുമ്പോൾ നായിക പറയുന്നു, സോറി ഞാനൊരു സഹോദരനെ പോലെയാണ് ചേട്ടനെ കണ്ടത് എന്ന്. അങ്ങനെ നായകൻ ആകെ ഒരു ഭയങ്കര ദേഷ്യം വിഷമം ഒക്കെ കാണിക്കുന്നു. പിന്നെ അങ്ങോട്ട് നായകൻ നായികയുടെ പിന്നാലെ നടക്കുന്നു. അവസാന നായിക കുറച്ചൊക്കെ ആയിട്ട് ആ ഒരു എന്താണ് പ്രണയമൊക്കെ കാണിച്ചു തുടങ്ങുന്നു. അങ്ങനെ അവർ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ എന്ന് പറയാറൊന്നും ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അങ്ങനെ ആദിലെടുത്ത് ആദ്യം തന്നെ അനുമോൾ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ആദില പക്ഷെ വഴക്കൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ കളി കാര്യമായി എന്നുറപ്പിച്ചു. അത് അനുമോൾ തന്നെ പറയുന്നുണ്ട്, കളിക്ക് തുടങ്ങിയതാണ്, അത് ഇത്ര കാര്യമാവുമെന്ന് കരുതിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം അനുമോളും ആദിലയും കൂടെ കിച്ചൺ സൈഡിൽ വന്നിട്ട് അനീഷിന്റെ എക്സ്പ്രഷൻസ് ഒക്കെ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് ആരോടും മിണ്ടുന്നില്ല, എല്ലാം കൊണ്ടും മുഖമൊക്കെ ഇങ്ങനെ വീർപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇതൊരു പ്രാങ്ക് അല്ല എന്നാണ് എനിക്ക് ഇപ്പം മനസ്സിലായത്. അതായത് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ള ഒരു പ്രാങ്ക് ഒന്നും അല്ല, അത് അനീഷ് ഇങ്ങനെ ആയിരിക്കത്തില്ല കൈകാര്യം ചെയ്യുക. ഇതൊരു ക്യാമറ പ്രസൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമറ ഫോക്കസ് ചെയ്തിട്ട് അങ്ങനെ ഒന്നും അല്ല. വളരെ നോർമലായിട്ട് വളരെ സ്വാഭാവികമായിട്ട് അനീഷിന് തോന്നിയ ഒരു പ്രണയം തന്നെയാണ് ഇത്. അനീഷിന് തോന്നും എന്ന് എനിക്ക് ഫസ്റ്റ് വന്നപ്പോൾ എനിക്കൊരു ഗസ്റ്റ് അടിച്ചിരുന്നു. കാരണം എന്ന് വെച്ചാൽ അനുമോൾ ഇവിടെ വരും എന്ന് തന്നെ അനീഷിന് അറിയാമായിരുന്നു കേട്ടോ. എന്നിട്ട് അനുമോളെ കണ്ടിട്ട് അനുമോളോ നിങ്ങൾ ആരാന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് തുടങ്ങിയ മനുഷ്യനാണ് ഇത്. അപ്പോൾ നമുക്കറിയാം അനുമോളെ തന്നെയാണ് ഏറ്റവും കൂടുതലും അനീഷ് ടാർഗറ്റ് ചെയ്തിരുന്നത്. ഒരു ടോം ആൻഡ് ജെറി ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ഒരു ലവിലേക്ക് കൊണ്ടുവരാൻ അനീഷ് ശ്രമിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പം അത്തരത്തിലുള്ള ഒരു ഗെയിം സ്ട്രാറ്റജിയിലൂടെ ഒന്നും അല്ല. അനുമോളുടെ പാചകം, അനുമോളുടെ ആ ഒരു എന്താ പറയാ സദാചാര സ്വഭാവം ഒക്കെ, അല്ലെങ്കിൽ ആ ഒരു നിഷ്കളങ്കത, ഇതൊക്കെ. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, അനുമോള് ഭയങ്കര ഒരു നിഷ്കളങ്കയായ സത്യസന്ധയായ ഭയങ്കര ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എന്ന് 100% പറയാം. കാരണം അനുമോൾ ഒളിപ്പിക്കുന്നൊന്നുമില്ല. അനുമോൾ തന്നെ പറയുന്നുണ്ട്, കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരാൾ മുഖത്ത് നോക്കി ഇതുപോലൊരു കാര്യം പറയുന്നത്. അത് മാത്രമല്ല, നമ്മുടെയൊക്കെ മുഖത്ത് നോക്കി ഒരാൾ ഞാൻ നിങ്ങളെ പ്രണയിക്കുന്നു, അല്ലെങ്കിൽ ഐ ലവ് യു, അല്ലെങ്കിൽ ഞാൻ നിന്നെ വിവാഹം കഴിച്ചോട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അയ്യോ എന്നുള്ളൊരു ഫീലാണ് എല്ലാ ഗേൾസിനും ഓൾമോസ്റ്റ് തോന്നാറ്. അതേ ഫീലൊക്കെ ഈ പറയുന്ന അനുമോളുടെ മുഖത്തൊക്കെ നന്നായിട്ട് തന്നെ വന്നു. ഒരു ബ്ലഷ് ഫീലായിരുന്നു കേട്ടോ. അപ്പം ഈ ആദില കിച്ചണിൽ പോയി ഇങ്ങനെ അനീഷിന്റെ മുഖത്ത് ഇങ്ങനെ എന്താണ് എക്സ്പ്രഷൻ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അനുമോളാണെങ്കിൽ അവിടെ നിന്നിട്ട് കൈയൊക്കെ കാണിക്കുന്നുണ്ട്. ആദില എന്താ അവിടെ, എങ്ങനെയാണ് അവിടെ ആ ഒരു കിച്ചണിലേക്ക് കയറാൻ അനുമോളൊന്ന് ശ്രമിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നെവിൻ പറയുന്നുണ്ട്, നോ എൻട്രി, അനുമോൾ ഇവിടെ കയറാൻ പാടില്ല എന്നൊക്കെ ഇവിടെ അനുമോളെ കുറിച്ച് നമ്മുടെ നെവിൻ ഒന്നും അറിയാതെ പറയുകയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നെവിൻ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ഷാനവാസിനെ അവിടെ കിട്ടുന്നുണ്ട്. ശരിക്കും ഇത് അനുമോൾ ഷാനവാസിൻ്റെ അടുത്ത് പറയുമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. അപ്പോൾ ഷാനവാസ് എന്തോ പറയുന്നതെന്ന് വെച്ചാൽ കുളിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നൂറയും ആദിലയായിട്ടുള്ള പ്രശ്നമൊക്കെ മാറിയോ, ഞാൻ ആദിലോട് സംസാരിച്ചു, നമുക്കിതൊരു പരിഹാരം ഉണ്ടാക്കണം, നിങ്ങൾ ഇങ്ങനെ എത്ര നേരമായി നമുക്ക് സംസാരിക്കാം, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് ഇങ്ങനെ അനുമോളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉടനെ അനുമോൾ പറയുന്നുണ്ട്, ഷാനവാസൊക്കെ ഞാൻ ഇപ്പോൾ ഫ്രീ ആണ്, നമുക്ക് സംസാരിക്കാം എന്ന് പറയുന്നുണ്ട്. ഉടനെ ഷാനവാസ് തുണിയൊക്കെ കഴുകി വിരിക്കാൻ പോവാ, ഞാനിപ്പോൾ ഫ്രീ അല്ല, നീ അവിടെ നില്ല, ഞാനിപ്പോൾ ഫ്രീ അല്ലല്ലോ, ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ എന്ന് പറയുന്നുണ്ട്. ഉടനെ അനുമോൾ ഒറ്റയ്ക്ക് നിന്നിട്ട് പറയാ, എന്നോട് ആരെങ്കിലും ഒന്ന് സംസാരിക്കൂ പ്ലീസ് എന്ന് പറയാണ്. ശരിക്കും പറഞ്ഞാൽ അനുമോളുടെ ആ ഒരു എക്സ്പ്രഷൻസ് കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അങ്ങനെ ഈ പറയുന്ന ഷാനവാസ് വിട്ടുപോയി, നമ്മുടെ അനുമോൾ വീണ്ടും തനിച്ചായി. അപ്പോഴത്തേക്കും ന്യൂറ അതേ ഇരിക്കുന്നു. ന്യൂറ എടുത്ത് പോയിട്ട് ന്യൂറ ഇങ്ങതാ എന്ന് പറഞ്ഞിട്ട് കിടന്ന് വിളിക്കുന്നുണ്ട്. ന്യൂറ അപ്പൊ ഭയങ്കര കാര്യമായിട്ട് നാളെ ഇവിടെ ലാലേട്ടന്റെ എപ്പിസോഡാണല്ലോ, നാളെ എവിക്റ്റ് ആവും എന്നുള്ള പേടിയാണോ, അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ശരിക്കും എനിക്ക് തോന്നുന്നു വെച്ചാൽ ന്യൂറയ്ക്ക് ഇപ്പോൾ ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതായത് ഈ സീസണിൽ ന്യൂറ ആദിലയാണ് ഏറ്റവും വലിയ ഹിറ്റ് ആയിട്ടുള്ള ആൾക്കാർ. അവരെ കപ്പിളായിട്ടൊക്കെ അവിടെ ആഘോഷിക്കുന്നുണ്ട്, അവർക്ക് നല്ല ഫാൻസ് ഉണ്ട് എന്നൊക്കെ, അവർക്ക് ഓണായിട്ട് കിട്ടിയ ഫാൻസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ ന്യൂറ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് വിചാരിക്കുന്നുണ്ട്. മാത്രമല്ല ഈ സീസണിൽ ഇത്രയും ടാസ്കും പിന്നെ 3.5 ലക്ഷം രൂപയും ഒക്കെ നമ്മുടെ ന്യൂറയ്ക്ക് അടിച്ചെടുക്കാൻ സാധിച്ചു. അതൊക്കെ 100% ന്യൂറയുടെ കഴിവ് തന്നെയാണ്, മിടുക്കിയാണ്, അതിനകത്തൊന്നും ഒരു തക്കവുമില്ല. ഏതായാലും ന്യൂറ അവിടെ കാര്യമായിട്ട് നിന്നിട്ട് അനുമോള് വിളിക്കുന്നതനുസരിച്ച് ഈ പറയുന്ന പ്രശ്നങ്ങളുടെ ഇടയിലെ കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അനുമോൾ പറയുന്നുണ്ട്, ഇതൊന്നും അല്ല, ഒന്ന് വാ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് പിടിച്ച് ആ ഒരു മാരുതിയുടെ ആ ഒരു സംഭവമുള്ള കോർണറിൽ പോയി അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് രാവിലെ ഒരു സംഭവം നടന്ന് അനീഷേട്ടൻ എന്നെ പ്രപ്പോസ് ചെയ്തു എന്നിങ്ങനെ ന്യൂറയോട് അനുമോൾ പറയുകയാണ്. അപ്പം ന്യൂറയ്ക്ക് വലിയൊരു സംഭവമൊന്നുമില്ല. ന്യൂറ അപ്പോഴത്തേക്ക് ആ കാര്യം വേറെയാണ്, അല്ലെങ്കിൽ ഇവരുടെ സംഭവങ്ങളൊന്നും അല്ല സംസാരിക്കുന്നതെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ന്യൂറ ഭയങ്കര പക്വതയാണ്. ന്യൂറ അപ്പോഴേ പറയുന്നുണ്ട്, ഇത് കളികാരിയായതാണ്,
നീയല്ലേ അങ്ങോട്ട് ഐ ലവ് യു എന്നും ഇങ്ങനെ ഉമ്മയൊക്കെ കൊടുത്തത്, ഇങ്ങനെ കൊടുത്തപ്പം അനുമോള് കരുതിയില്ല ഇത് ഇങ്ങനെ പണിയാവുമെന്ന്. അപ്പോഴത്തേക്ക് ഇതൊക്കെ പറയുമ്പോൾ അനുമോള് പറയുന്നുണ്ട്, അയ്യോ ഞാൻ ഭയങ്കര കോമഡി ആയിട്ട് ചെയ്തതാണ്. പിന്നെ ഞാൻ ചിന്തിച്ചു, സാധാരണ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അനീഷേട്ടൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടത്തില്ലേ, പക്ഷേ അനീഷേട്ടൻ അങ്ങനെ ചിരിക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അനുമോള് തന്നെ പറയുന്നുണ്ട്. അപ്പൊ നൂറ കുറ്റപ്പെടുത്താണ്, കാര്യമായിട്ട് ബ്ലെയിം ചെയ്യുന്നുണ്ട്. അതായത് ഇങ്ങനൊന്നും ചെയ്യരുത്, അത് ഭയങ്കര പ്രശ്നമാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഫാൻസ് അസോസിയേഷൻസ് നിങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുക എന്നതൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. അതായത് അനീഷ് ആർമിയും അനുമോൾ ആർമിയും കൂടെ ഇപ്പൊ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസ് ഒക്കെ ഇട്ട് ഫൈറ്റ് ചെയ്യുകയായിരിക്കും. അനീഷിനെ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അനുമോൾക്കെതിരെ പൊങ്കാല ഇടുകയായിരിക്കും എന്നൊക്കെ അനുമോള് തന്നെ പറയുന്നുണ്ട്. പക്ഷെ എങ്കിലും അത് ഞാൻ പറഞ്ഞത് അനുമോള് ഭയങ്കര ജെനുവിൻ ആണ്. അത് മാത്രമല്ല അനുമോള് പറയുന്നുണ്ട്, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരാൾ പറയുമ്പോൾ എനിക്ക് എൻ്റെ ശത്രുക്കളാണെങ്കിലും എന്നെ ഈ പ്രണയിക്കുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, എനിക്കൊരു വല്ലാത്ത സന്തോഷമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. സംഭവം ആ സന്തോഷത്തിനകത്ത് തെറ്റു പറയാൻ പറ്റത്തില്ല. കാരണം നമ്മളെ കൊല്ലാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങളെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, വെറുപ്പാണ് എന്നല്ലല്ലോ പറയുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്നു, പ്രണയിക്കുന്നു. പ്രണയം നമ്മുടെ മാധവിക്കുട്ടി പഠിപ്പിച്ചിട്ടില്ലേ എല്ലാവരെയും പ്രണയിക്കാൻ. പക്ഷെ നമ്മുടെ സൊസൈറ്റിയിൽ ഈ പ്രണയവും ഇല്ല, ഒരു കുന്തം പിടിച്ച സ്നേഹവും ഇല്ല. എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാശിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ ഗെയിം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു പ്യോർ ലവ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ ഭയങ്കര ക്ലീശയുമാണ്. പിന്നെ പ്രാക്ടിക്കലായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നവരുടെ ഇടയിലൊന്നും ഈ കുന്തോട്ട് ഇല്ല താനും. വറ്റി വരണ്ട് പോയ ഒരു പ്രണയത്തിന്റെ കാലമാണ്. തിരിച്ചു വാ. അപ്പൊ എന്തായാലും ശരി, എനിക്ക് പ്രണയത്തിന്റെ ഒരു ടോപ്പിക്കിലേക്ക് വന്നപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ ഇവർ തമ്മിൽ നല്ലൊരു കോംബോ ആണ്, അല്ലെന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, പക്ഷെ ഒരു ബ്രദർ സിസ്റ്റർ കോംബോയിലേക്ക് പോകും എന്നാണ് കരുതിയത്. അനീഷിന് പ്രണയമൊക്കെ തോന്നി എന്ന് ഉറപ്പിച്ച് പറയുമ്പോഴത്തേക്കും അയ്യോ, നിങ്ങൾക്ക് എന്ത് ഫീലാണ് തോന്നി എന്നുള്ളത് പറയുക. ഏതായാലും അനുമോളും നൂറ, ആദില ഇതിനെ കുറിച്ച് വലിയ ഡിസ്കഷനിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ഇത് അനീഷിന് പണിയാകുമോ അനുമോൾക്ക് പണിയാകുമോ എന്തൊന്നും അറിയില്ല. ഏതായാലും ശരി, അനീഷ് അനുമോൾ ഈ രണ്ടുപേരെയും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അനീഷ് ആർമിയും അനുമോൾ ആർമിയും ഒക്കെയുണ്ട്. ദയവ് ചെയ്തിട്ട് അവരുടെ ലൈഫ് ചൂസ് ചെയ്തോളും. അവർ കൊച്ചു കുട്ടികളൊന്നും അല്ല, വളരെയധികം പ്രായമൊക്കെയുള്ള നല്ല സ്ത്രീയും പുരുഷനും ഒക്കെ തന്നെയാണ്. നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ കിടന്ന് അടി ഉണ്ടാക്കരുത്. എനിക്കിത് കാണുമ്പോൾ ഇവർ ഈ പൊങ്കാലയെ കുറിച്ച് പറയുമ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, അയ്യോ ഇപ്പൊ തുടങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളി. അവള് തങ്കച്ചന്റെ കൂടി ഇങ്ങനെ കാണിച്ചു, അത് കാരണം ഇവിടെയും അങ്ങനെ കാണിക്കും എന്നും പറഞ്ഞ് അങ്ങനെ ഒന്നും ചെയ്യരുത്. ഈ ഒരു പ്രൊഫഷനിൽ കുറേയൊക്കെ അവർ പറയുന്നുണ്ട്, ഡയറക്ടർ പറയുന്ന കണക്ക് പെരുമാറേണ്ടി വരും. നമുക്ക് ആ ഒരു സറൗണ്ടിങ്സിൽ അതൊരു തെറ്റല്ല. തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ തെറ്റാണ്, അതൊരു തെറ്റല്ല. കാരണം അതൊരു എന്റർടൈൻമെന്റ് ആണ്, പ്രേക്ഷകർ കാണും എന്നുള്ളത് കൊണ്ടാണ്, പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരെ കാട്ടിയും വളരെ കുറവ് ആൾക്കാരാണ് ഈ പറയുന്ന ഇങ്ങനെ ബ്ലെയിം ചെയ്യുന്നത്. പക്ഷേ ഈ കുറ്റങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് നമ്മൾ. അതിന് കാരണം കുറ്റങ്ങൾക്കും അതുപോലെ വെറുപ്പിനുമാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും വലിയ ഒരു സ്പേസ് ഉള്ളത്, പവർ ഉള്ളത്. സ്നേഹത്തിന് വലിയ പവറൊന്നും വരുന്നില്ല സത്യത്തിൽ. അതുകൊണ്ടാണ് അത് തിരിച്ചറിയുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം എനിവേ, നിങ്ങളുടെ കമൻസുകൾ പോരട്ടെ. ഈ കോംബോ ഇത് സക്സസ്ഫുൾ ആകുമോ അല്ലെങ്കിൽ നിങ്ങൾ അത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള കമന്റ്സ് എന്തായാലും പോരട്ടെ. അതുപോലെ സീരിയൽ ഗ്രാൻഡ്മാ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വെച്ചും വരാം. ബൈ.